സേതു, അതായത് ഈ പറയുന്നത് പോലെ തന്നെ തഹാവൂർ റാണയുടെ ആക്രമണ പട്ടികയിൽ അത് കൊച്ചിയും ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല NIA ചോദ്യം ചെയ്യലിൽ ദില്ലിയും മുംബൈക്ക് പുറമെ ദില്ലിയും ഒപ്പം തന്നെ മറ്റ് കൊച്ചി അടക്കമുള്ള ഇടങ്ങളും ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇയാളുടെ കൊച്ചി സന്ദർശനം ഒരു റിക്രൂട്ട്മെൻറ്റ് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നില്ല, പകരം ഒരു ആക്രമണ പട്ടികയിൽ കൂടി കൊച്ചി ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം തഹാവൂർ റാണ ഇവിടെ എത്തിയപ്പോൾ 2008 ഇവിടെ എത്തുമ്പോൾ എവിടെയൊക്കെയാണോ സന്ദർശിച്ചത് അവിടെയെല്ലാം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾ നടത്തിയിട്ടുള്ള യാത്രകൾ, ആ യാത്രകൾ സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധന നടത്താനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മുൻപ് ഇയാൾക്കെതിരെ കസബടക്കമുള്ള ആളുകളുടെ മൊഴി കിടക്കുന്നുണ്ട്. അക്കാര്യമെല്ലാം NIA പുനഃപരിശോധിക്കുകയാണ്. ആ പരിശോധനയിലാണ് ഈ കൊച്ചിയൊക്കെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇപ്പോൾ മലയാളികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ കൂടി ഇതിലേക്ക് കാര്യമായി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഇയാളുടെ സന്ദർശനം സംബന്ധിച്ച് ഇയാൾക്ക് ആരെല്ലാം സഹായം നൽകിയിരുന്നു, ഇയാളെ സഹായിച്ച ആളുകളുടെ വിവരങ്ങൾ, അതിൻ്റെ പിന്നിലെ ലക്ഷ്യം, ഇക്കാര്യമെല്ലാം കേരളത്തിൽ ആകമാനം പരിശോധന നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലൊക്കെയാണ് ഇത്തരത്തിൽ കൊച്ചി കൂടി ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും NIA സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സംഘങ്ങളായുള്ള ചോദ്യം ചെയ്യലാണ്. ഇയാൾ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എവിടെയൊക്കെ ഇയാൾ സഞ്ചരിച്ചു, ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, തുടക്കം മുതൽ തന്നെ ഈ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഭാഗത്ത് നിന്നും ഇയാൾക്ക് ഈ സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിരുന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഉത്തരം തേടുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഇതിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇയാളുടെ ആക്രമണ ലിസ്റ്റിൽ കൊച്ചിയും ഇടം പിടിച്ചിരുന്നു എന്നുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.